നമ്മളിപ്പോൾ കവടിയാർ വഴി നടക്കുകയാണ്. പഴയ പോലെ ലൈറ്റ് പരിപാടിയൊക്കെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൊണ്ടകളൊക്കെ ഇവിടെ നല്ലപോലെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെയൊക്കെ പരിപാടികൾ കുറവാണ്. ഉദ്ഘാടനം 3-ാം തീയതിയും തീരുന്നത് 9-ാം തീയതിയാണ്. കടട്ടടാ എവിടെയാണ് പോണത്? അയ്യോ ഒന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇതാ പോവുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും വെച്ച് നമ്മൾ കവടിയാർ വണ്ടി ഇട്ടു. കാരണം അങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ്. തിരിച്ചെടുത്തുകൊണ്ട് വരുന്ന പാടായതുകൊണ്ട് നമ്മൾ കവടിയാർ വണ്ടി ഇട്ടു. സോണി CV10-ലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാമറ റിവ്യൂ ഒക്കെ മെയിൻ ചാനലിൽ കിടപ്പുണ്ട്. ജസ്റ്റ് കയറി നോക്കിയാൽ മതി. നമുക്ക് അതിനകത്ത് പോയിട്ട് എന്താണ് പരിപാടി, അല്ലെങ്കിൽ പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസ് കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ബ്ലോക്ക് കവടിയാർ കഴിഞ്ഞ ഉടനെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്താ ബാഗിൽ എന്താണ്? ആർക്ക്? പവർ ബാങ്ക്. പവർ തീരുമ്പം കുത്ത. നീ ആര്, റോബോയാ? എന്താണ് തിരുവനന്തപുരത്തിന്റെ തിരക്കിനെ പറ്റി പറയാനുള്ളത്? ഭയങ്കര തിരക്കാണ്. പത്തനംതിട്ട നിങ്ങ വന്നിട്ട് എന്താണ് തിരുവനന്തപുരം കാണുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ദാഹിച്ചിരുന്നിട്ട് വെള്ളം കിട്ടൂല, ആ ഒരവസ്ഥയാണ്. എടാ ഞാൻ പോയിട്ട് കുറച്ച് ആളെ ആയോളൂടാ. ഞാൻ പോയിട്ട് 7 വർഷമാവാൻ പോണേ ഉള്ളൂ. പിന്നെ വണ്ടിയിലൊക്കെ വന്നിട്ട് വെള്ളയമ്പലം വഴി കണ്ട് കറങ്ങി പോവാന്ന് പറഞ്ഞവർക്ക് കാണാനൊന്നും പറ്റൂല. വെള്ളയമ്പലത്തിൽ നിന്ന് റോഡ് ബ്ലോക്കാണ് കേട്ടോ. വെള്ളയമ്പലത്തിൽ നിന്ന് നമ്മുടെ മ്യൂസിയം കഴിഞ്ഞ് നമുക്ക് പാളയത്തോട്ട് തിരിയൂലേ, അവിടം വരെയൊക്കെ റോഡ് ബ്ലോക്കാണ്. അതുവഴി കറങ്ങിയവരൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടിട്ട് കയറി വന്നാൽ നിങ്ങൾക്ക് ഈ രീതിക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ. ഇതൊക്കെ ഇനി റോഡ് പബ്ലിക്കിന് സ്വന്തമാണ്. ഇനി ഇറങ്ങി നടക്കി കിടക്കി എന്തോണോ ചെയ്യാം. ഇടയിൽ ഒരു പാവപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളി അവൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോവായിരുന്നു. അത് സ്വാഭാവികമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അതിൽ ഫ്ലാഷ് ഓണായി കിടക്കണം. അറിഞ്ഞൂടാ, ഇത്രയും വെട്ട കിടക്കണം അറിഞ്ഞൂടാ. എന്തോന്ന് ഇത്രയും വെട്ടം കിടക്കണ്, എന്നിട്ട് ടോർച്ച് പഠിച്ചോണ്ട് അവൻ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. എന്നാലും ടോർച്ച് ഓൺ ആക്കിയിട്ട് ഫ്ലാഷ് എന്തിനാ ഓൺ ആക്കിയേക്കണ? അതവ അറിയാത്തതായിരിക്കും. പിന്നെ എവിടെയെങ്കിലും ഇരുട്ടത്ത് വെച്ച് ഫ്ലാഷ് ഓൺ ആക്കിയതായിരിക്കും. എന്തായാലും അത് കൊള്ളാം കേട്ടാ. ആകെ അറിയാന്നുള്ള ഹിന്ദി വെച്ച് പറയട്ടാ. മറ്റേ അരേ ബായ് പ്ലാറ്റ്ഫോം നമ്പർ അതൊന്ന് പറഞ്ഞാണ് മക്കളെ. സ്ഥിരം ട്രെയിനിലാണ് പോണത്. പറഞ്ഞേ നോക്കട്ട്. അതെ എനിക്ക് ഹിന്ദി അറിയാവൂ. അയ്യോ വേണ്ട പറഞ്ഞാണ്. ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 125 ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം വരുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. പ്ലാറ്റ്ഫോം നമ്പർ 321. നാണം കേട്ടോ, നാണം. അത് ശരിയല്ല. നമുക്കത് പറയിക്കാം കേട്ടോ. ഇവിടെ ജലഭവന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ജലഭവന്റെ അവിടെയൊക്കെ പണ്ട് ഭയങ്കര തിരക്കാണ്. ഇതിനകത്തൊക്കെ വണ്ടിയൊക്കെ കയറ്റിയിടായിരുന്നു. ഇപ്പം ഒരു പരിപാടിയില്ല, അവിടം വരെ വണ്ടി വരുള്ളൂ. എന്താ സ്വർണ്ണമൊക്കെ ഇട്ട് അമ്മ കൊണ്ടുപോകും കണക്കാണ്. മൈക്കിരിക്കുന്നവരും എനിക്ക് ടെൻഷനാണ്. പോവൂല, നീ കളയാതിരുന്നാ മതി. അമ്മയ്ക്ക് ഇവിടെ ഒരു മൈക്ക് കൊടുക്കായിരുന്നു. പാട്ട് പാടാം. അവിടെ ഗാനമേളക്കായിരുന്നു. ഇപ്പോൾ മൈക്ക് വാങ്ങിച്ചു തരാം. അമ്മയാണ് ഗൈസ് സ്കൂളില് മറ്റേ കേക്കണവർക്ക് അറിഞ്ഞൂടാ യാതൊരു നമ്പരാണത്. കൊച്ചുകള് വരൂല, വരാതിരുന്നിട്ട് അവസാനം ക്യാൻസൽ വിളിക്കും. അപ്പോഴും കറക്റ്റ് പറയും 545 ക്യാൻസൽ. POV ഷോട്ട് എടുക്കാം. POV ഷോട്ട്. നമ്മൾ കനകക്കുന്നിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഇതാണ് കനകക്കുന്നിൻ്റെ ഫ്രണ്ട്. കണ്ട, ഇവിടെ നമുക്ക് ഓണാഘോഷം ഇതുവഴി എൻട്രൻസ് ആണ്, ഇതുവഴി എക്സിറ്റ് ആണ്, ഇതുവഴി ഉണ്ടാവും. ഓണാഘോഷം 2025 സെപ്റ്റംബർ 3 മുതൽ 9 വരെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പരിപാടി കൊള്ളാം കേട്ടോ. LED സെറ്റപ്പ്. കയറി വരുമ്പോൾ തന്നെ ഉണ്ടാവും. അങ്ങോട്ടൊക്കെ പോയി ലൈറ്റൊക്കെ കാണാൻ പറ്റും. അത് കാണണ്ട, എല്ലാ പ്രാവശ്യവും ഉള്ള സെയിം സാധനം തന്നെ. ഇത് വെറൈറ്റി പുതിയതാണ് കേട്ടോ. കൊള്ളാമല്ലേ പരിപാടി, അടിപൊളി. തിരുവനന്തപുരത്തില്ലാത്തവരും തിരുവനന്തപുരത്ത് നിന്ന് നാട് വിട്ട് പോയി നിൽക്കുന്നവർക്കും കാണാൻ ഭാഗ്യം ഈ ബ്ലോഗിലൂടെ ഉണ്ടാവുന്നു. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈറ്റൊക്കെ വെച്ച് ഫോട്ടോ എടുക്കണമെങ്കിൽ എസ്തറ്റിക് സെറ്റ്. മമ്മി കമോൺ.
ലൈറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ ക്യാമറ എടുത്തോണ്ടെങ്കിൽ ഇവിടെ ഫോണിൽ എടുക്കാന്നുള്ളതേ ഉള്ളൂ. നല്ല ലൈറ്റ് ഉണ്ട്, പക്ഷെ ക്യാമറ വേറെ സാധനമാണ്. ഇവിടെ വീണ്ടും പഴയ പോലെ തന്നെ ഫുൾ സ്വർണ്ണ കളർ ലൈറ്റാണ് ഗൈസ്. ഇപ്രാവശ്യം മറ്റേ മാന് മയിലൊന്നും ഇല്ലല്ലേ? അവിടെയൊക്കെ സാധാരണ മാന് മയിൽ ഒട്ടക പക്ഷിയൊക്കെ അതൊക്കെ ഇത് ഔട്ടായി. പോയിരുന്നല്ലേ? കൊക്കിന് മാത്രം കണ്ടു. അതാ അത് പറന്നു പോകാത്തതാ, വെളിയിൽ പോയി ആഹാരം കിട്ടൂല. ഇവിടെ ആണെങ്കിൽ കാക്കയൊക്കെ പറന്നു പോകുമ്പോ വായുത് വീട്. ഒരു വലിയ മറ്റേ ശലഭോദ്യാനം, അത് നിറച്ച് അണ്ണാൻ. പൂമ്പാറ്റല്ലേ? പൂമ്പാറ്റൊന്നുമില്ല, അവിടെ അണ്ണാൻ മാത്രമേ. വാവ്, ഇത് കൊള്ളാം കേട്ടോ. മരത്തിൽ മറ്റേ ഇങ്ങനെ വെള്ളത്തുള്ളികൾ കിടക്കുമ്പോഴത്തെ പരിപാടി. ആഹാ, കൊള്ളാല്ലേ? ജനം ഫുള്ള് ഇവിടെ തന്നെ, പക്ഷെ പഴയ പോലത്തെ തിരക്കില്ല കേട്ടോ. വാവ്, മിന്നലടിച്ച പോലെയൊക്കെ നോക്ക്. അതില് സെറ്റ് തറയിലൊക്കെ കുറെ കിടപ്പുണ്ട്. ചവിട്ട് കൊണ്ടായപ്പം വിളിയാക്കണമെങ്കിൽ ഓടിക്കോണം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ലൈറ്റ് ആയിരുന്നു കേട്ടോ, ഫുൾ ഇങ്ങനെ മറ്റേ ലൈറ്റ് ആയിരുന്നേ. അത് മാറിയിട്ട് ഇപ്പം മറ്റേ ചെമ്പരത്തിപ്പൂ, പല പല കളറ് ചെമ്പരത്തിപ്പൂ. ഗൈസ് ഇവിടെ കണ്ട ഡ്രോൺ വെച്ചിട്ടുള്ള, ആകാശത്ത് ഡ്രോൺ വെച്ച് എഴുതി കാണിക്കുന്നുണ്ട് കേരളാന്ന്. അടിപൊളിയല്ലേ അത്? ഡ്രോണാണ് കേട്ടോ ഫുള്ള്. എന്റെ മോനെ, ഡ്രോൺ ഉണ്ടല്ലോ, ഡ്രോണ്. ആ ഡ്രോൺ വെച്ചിട്ട് എഴുതി കാണിക്കുന്നതാണ്. കുറെ ഡ്രോണുകൾ ചേർന്നിട്ട് അത് കാണിക്കുന്നതാണ്. നേരത്തെ കേരള എന്ന് കാണിച്ചു, ഇപ്പൊ എന്തിനാണ് കാണിക്കുന്നത്? അത് അപ്പുറത്ത് നോക്കാം. തിരിയും അത് ചിലപ്പോ കഴിവ് തന്നെയല്ലേ ചെയ്യണത്. സെറ്റ് കേട്ടോ. ഡ്രോൺ വെച്ചിട്ടാണ് നമ്മ കണ്ണൊക്കെ കണ്ട മരത്തിനകത്ത് കണ്ണ്. ഫൈനലി നമ്മൾ നടന്ന് ആ വൈക്കോൽ പരിപാടിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാവേ. ഇതാണ് സെറ്റപ്പ് കേട്ടോ. എന്തോ കൂട്ടി എന്തോണ് ഇങ്ങനെ കൂട്ടാതിരിക്കും. അമ്മാതിരി പരിപാടികളല്ലേ നമ്മൾ ഇതിനകത്ത് കയറാനാണ് വന്നത്. എനിക്കോടെ വൈക്കോല് ആരെങ്കിലും കത്തിച്ചുവിടുമെന്ന് തോന്നി. കയറ്റിയ ഇപ്പൊ ടിക്കറ്റിൽ എടുക്കണമെന്തോ. ഇത് ഇവിടെ കൂടെ എങ്ങനെ കയറിയിട്ട് കറങ്ങി എവിടെ ഇറങ്ങണം? പക്ഷെ കയറിയ ഇതിനെ കയറ്റി വിട്ടാലേ അയ്യേ കയറ്റല്ലേ ആരെയും? എന്താന്തോ അയ്യ അതലമ്പ് കേട്ടാ. ചിലപ്പോ നാളെ കയറ്റുള്ളൂരിക്കും. കൊള്ളാം കേട്ടോ, നല്ലൊരു ഒരു സെറ്റപ്പ് ഇല്ലേ ഇത്? ചുമ്മാ നമുക്ക് ഇതുവഴി കയറി ഇങ്ങനെ പോയി അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് സ്ഥിരം കാണുമായിരുന്നു പോഗോയില് തെക്കേഷി കാസ്റ്റ്. അത് മറ്റേ ഇതിനൊരു രാക്ഷസന്മാരുണ്ട് കേട്ടോ ഇതിനകത്ത്. രാക്ഷസന്മാരുണ്ട് ഇതിനിടയ്ക്ക്. മറ്റേ അവന്മാര് മറ്റേ ഇതിന്റെ മുകളിലൊക്കെ കയറും, ഭ്രാന്തന്മാര്. ആരാണ് ഓണത്തിന് വരുന്ന? മഹാബലി മാവേലി ആരാണ്? ചക്രവർത്തി. ഇലയിലൂടെയൊക്കെ ചക്കരവരട്ടി അല്ല, ചക്രവർത്തി രായാവ്. ഇത് സംഭവം ഫുള്ള് ആൾ തിരക്കായതുകൊണ്ടാണ് കേട്ടോ കയറ്റാത്തത്. ഉച്ചക്കൊക്കെ ഇതിനകത്തൊക്കെ കയറി കൊടുത്താൽ ഇതെങ്ങാനും ചൂടടിച്ച് കത്തടക്കി ഇതിനകത്തിരുന്ന് ചാവും. എങ്ങനെ ഓടും ആലോചിക്കാണ്. എവിടെ കൂടെ ഓടും? എങ്ങനെ വേറൊന്നുമില്ല, ചാവാൻ വേണ്ടി നിന്ന് കൊടുക്കുക. കത്തിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിക്കണം. എന്റെ ഒന്ന് അത് വയ്ക്കോല് ഇതിനകത്ത് കയറി നെഗറ്റീവ് അടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എത്തുമ്പോ തീ കത്തി, ഇത് എത്തുമ്പോ കത്തും. എങ്ങോട്ട് ഓടും? അറിവുള്ള ഒരാള് നമ്മളെ കൂടെ ഇപ്പം വന്ന ഗൈസ്. ഇതല്ല വേറെ എന്തോന്ന് അതാണ് നമുക്ക് പറ്റാത്തത്. പ്രോബ്ലം എങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കാന്ന് പറഞ്ഞു ഉള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഇതിനകത്ത് കയറിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഇതിനകത്ത് ചാടി കേട്ടാ. ഇത് അവിടുന്ന് പോലീസ് വന്നിട്ട് പറയുന്നു, എന്തൊക്കെയാ പറയുകയാണ് അതിനകത്ത്. അല്ല അങ്ങനെയൊന്നും പറയില്ല. അവര് പറയും മകനെ അവിടെ നിന്ന് പുറത്തേക്ക് വരൂ എന്നാണ് പറയുന്നത് കേട്ടാ. അപ്പൊ എങ്ങനെ വരുമെന്തോ ഇതിനകത്തുനിന്ന്. രാമനോ ചാടി കഴപ്പല്ലേ കാണിക്കുന്നത്, അങ്ങനെയും ചെയ്യാൻ പാടില്ല കേട്ടാ. അവ ഇനി എങ്ങനെ ഇറങ്ങുന്നു? അവ എവിടെ അവ ഇറങ്ങിയ എവിടെ?
പെണ്ണാത് അല്ലല്ല അതല്ല. ആ ഇപ്പം കൊണ്ടുപോകും. ചാടി ക്യാറ്റൂല. ടീം കുളപ്പട എത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു പട എത്തിയിട്ടുണ്ട്, ഒരു പട. അയ്യോ എത്തിയിട്ടുണ്ട്. ബാക്കി എവിടെ? കണ്ടിട്ട് എപ്പ എന്നാ നാട്ടില് 3 ദിവസം എല്ലാം ഉണ്ട്. ബാക്കി അവിടെ ഇത്ര തന്നെ. നിർത്തിക്കോ. പൂക്കി ഇൻസ്റ്റാഗ്രാമില് പൂക്കിയാണ്. കുറച്ചു നേരമായി. ഗൂഗിൾ പേ ഇതില് റെക്കോർഡ് ചെയ്യാം. എവിടെ എന്നാ എല്ലാവരും ഉറപ്പിച്ചതിന്റെ ചെലവാണ്. നിങ്ങൾ ആരും ആക്രാന്തം കാണിച്ച് തിന്നരുത്. വെറും 3000 രൂപയുള്ളൂ. ചെറിയ രീതിയിൽ ദാഹിക്കുകയാണ്. അനുസരിച്ച് ഇപ്പൊ ടിക്ക് വരുമ്പോൾ എല്ലാവരും കുരു തക്ബീർ വിളിക്കണ്ട. വന്നിട്ടില്ല. മൈക്ക് കേൾക്കാനാണ്. എന്നാണ് 2000 മുബാറക്കെ എൻഗേജ്മെന്റ് ആണ്. കല്യാണം 20,000. ഏറ്റവും കൂടുതൽ ചിന്തനവനാണ്. നഷ്ടമാണ്. ഉച്ചകം കുട്ടിയെ നമ്മൾ വിറ്റു 2000 രൂപയ്ക്ക്. 2500. ഒരു വമ്പ കളക്ഷൻ നടന്നിരിക്കുകയാണ്. ഒരു ഗൾഫ്, ഒരു എൻഗേജ്മെന്റ്, അടുത്ത എൻഗേജ്മെന്റ് എല്ലാവരുടെയും 10000 രൂപ പിരിച്ചിട്ടുണ്ട്. 10000 രൂപ. അപ്പൊ നമ്മുടെ പൊന്നോമന ഹമീദ് ജോലി കിട്ടിയതിന്റെ ചെലവാണ്. അവ എങ്ങനെ വേണോ, അവന്റെ വിശാല മനസ്സ് കൂടെ പറയണം. അവന്റെ വിശാല മനസ്സ് പറയണം. അവ എങ്ങനെ വേണോ ചെലവ് നടത്താൻ തയ്യാറാണ്. ഇന്ന് പറ്റുമോ? നീ നേരെ 2 പറഞ്ഞു. അത് എന്താണെന്നും കൂടെ നമ്മളിവിടെ അറിയട്ടെ. ഒരു 5000 പോട്ടെ. അത് വേണ്ട. നീ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരെണ്ണം നടത്തിയാൽ മതി. അത് എത്രയാണെന്ന് വെച്ചാൽ നീ കൊടുത്തേ. നമ്മൾ അന്നത്തെ പോലെ പാലോടെ പോയി നമ്മളെ വിളയിൽ പോയി കുളിച്ച് റെഡി അത് മതി. അപ്പൊ ഇപ്പൊ യവന്മാരെല്ലാം ഉണ്ട്. യവൻ പോവും തൻസീർ പോവും. വേണ്ട കുഴപ്പമില്ല. യവനൊക്കെ പോവും. പിന്നെ ഇവിടെ തിന്നാനും ആളില്ല. നമ്മളെ കൊണ്ട് നടക്കുകയില്ല. അപ്പൊ അതും കൂടെ പറഞ്ഞോ. അപ്പൊ
സ്കാനർ വേണ്ട, ഇവൻ പൈസ വാങ്ങി കൊടുക്കട്ട്. നീ അങ്ങനെ കൊടുത്താൽ മതി. അത് മതി. അത് എന്താണ് ആ കലണ്ടറിൽ ഒരു ഡേറ്റ് വെട്ടിക്കോ. അപ്പൊ ഇന്നത്തെ സ്കീം ഇന്നത്തെ സ്കീം അപ്പൊ അരമണിക്കൂറിനകത്ത് ഒരു 20,000 രൂപയ്ക്ക് മേലെ ആവശ്യം വേണമെങ്കിൽ വരാം. വിഴിഞ്ഞത്താണ് ചെലവ്. ഇന്നത്തെ വീഡിയോ ഐറ്റംസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നെമ്മീന് 3, വേളപ്പാര 3, പിന്നെ ആവോളി 3, പിന്നെ അമൂർ 2, അല്ലല്ല ചിപ്പി 3, കൊഞ്ചില്ല. ഗൈസ് അങ്ങനെ കനകക്കുന്നതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വൈക്കോൽ പരിപാടി നടക്കൂല, അത് എന്താ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട് എന്നാണ് നമ്മുടെ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു അണ്ണൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു പരിപാടിയാണ്. അതായത് ആര് ഗൾഫിൽ നിന്ന് വന്നാലും ആര് കല്യാണം കഴിച്ചാലും ആർക്ക് ബർത്ത്ഡേ വന്നാലും ഉള്ള ആ ഒരു പരിപാടിയാണ് നമ്മൾ അവരെ കൊണ്ട് ചിലവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പിന്നെ വെള്ളവടി പുകവലി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ളൊരു സാധനം. ലൈക്ക് നമുക്ക് ഫുഡടി അതാണ് മെയിൻ. അപ്പോൾ എല്ലാം കൂടെ ഇപ്പം വിഴിഞ്ഞത്ത് പോയിട്ടുണ്ട് ഫുഡ് അടിക്കാനായിട്ട്. എനിക്കിപ്പോൾ ഫാമിലി ഉള്ളതുകൊണ്ട് അവരെ കൊണ്ട് വീട്ടിൽ പോകേണ്ടതായതുകൊണ്ടും ഇന്ന് ഞാനത് വിട്ടിരിക്കുകയാണ്. എന്തായാലും ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 2 എണ്ണമൊക്കെ പറഞ്ഞതുകൊണ്ട് സീനില്ല. അപ്പം ഇത്രയാണ് ഗൈസ് തിരുവനന്തപുരത്തെ ഒരു ഓണം. പക്ഷെ വലിയ ഓളംസ് ഇല്ല. ഇനി 9-ാം തീയതി നല്ല ഓളം വരുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത്. കാണണമെന്ന് ആഗ്രഹമുള്ളവർ വന്ന് കാണുക. അപ്പോൾ എങ്ങനെയുണ്ട്? പോരാ. അതിന് അവിടുത്തെ സൗണ്ട് കേൾക്കൂല കേട്ടോ, മൈക്ക് കൊണ്ട് കളഞ്ഞ്. പൈസ തരണം കേട്ടോ, മൈക്കിൻ്റെ പൈസ തരണേ. എനിക്കറിയായിരുന്നു അവൾ കളയുമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ നൈസിനിങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെ കളഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചു, മൈക്ക് എടുത്തിങ്ങി വെച്ചു. അപ്പോൾ ഗൈസ് ചുമ്മാ ഒരു വീഡിയോ എടുത്തു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈനിയും ഫുഡ് കഴിക്കണം. ബയ്യ മാറിപ്പോണം. സമീന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാം. കവടിയാർ വരെ നടക്കണം. വേണ്ട, ഇവിടെ എത്തിയുള്ളൂ. ഇനി കവടിയാർ വരെ നടന്ന് പോയി വണ്ടി എടുത്തിട്ട് വേണം അവിടെ നിന്ന് കറങ്ങി വയ്യമാറി പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ശരി ബൈ. ആര് ബ്ലുപ്പ് അടിക്കണം? ബ്ലുപ്പ് അടിച്ചോ? ബ്ലുപ്പ് അറിഞ്ഞൂടല്ലേ? ക്യാമറയിൽ ഒരു അടിയുണ്ട്. ഗൈസ് ഇതാണ് വല്ലപ്പോഴും നാട്ടിൽ വരുന്ന ലാഡർ. ചെല്ല് കാണ്. ശരിയല്ലേ പോയിട്ടോ? ശരി.